കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു നോർവീജിയൻ നാടോടിക്കഥ കേട്ടാലോ? കഥയുടെ പേര് അന്നയും ആട്ടിടയനും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൊളയ്ക്കൽ. അന്ന കുറേ ആടുകളെയും കോഴികളെയും വളർത്തിയിരുന്നു. ഒറ്റയ്ക്ക് അവയെ നോക്കാൻ പറ്റാതായപ്പോൾ അവൾ സഹായത്തിനായി ഒരു ആട്ടിടയനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആട്ടിടയനെ തേടി അന്ന നടന്നു. പക്ഷേ നാട്ടിൽ ആരെയും അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നടന്ന് അന്ന കാട്ടിലെത്തി. ആദ്യം കണ്ടത് ഒരു മാനിനെയാണ്. എവിടെ പോകുന്നു? മാൻ അന്നയോട് ചോദിച്ചു. ഒരു ആട്ടിടയനെ തേടി ഇറങ്ങിയതാ. നിനക്ക് ആട്ടിടയനാകാൻ താല്പര്യമുണ്ടോ? അന്ന ചോദിച്ചു. മാൻ വേഗം സമ്മതിച്ചു. എങ്കിൽ എങ്ങനെയാ ആടുകളെ വിളിക്കുന്നതെന്ന് കേൾക്കട്ടെ, അന്ന പറഞ്ഞു. അത് കേട്ട മാൻ കൊമ്പ് കുലുക്കി ഗ്വാ എന്ന് കരഞ്ഞു. പക്ഷേ അന്നയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. അന്ന നടത്തം തുടർന്നു. അപ്പോഴാണ് ഒരു മുയലിനെ കണ്ടത്. ആടുകളെ വിളിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ മുയലിനോട് അന്ന പറഞ്ഞു. മുയൽ 2 ചാട്ടം ചാടി. എന്നിട്ട് പതുക്കെ ക്രിക് ക്രിക് എന്ന് കരഞ്ഞു. അതും അന്നയ്ക്കിഷ്ടപ്പെട്ടില്ല. അടുത്തതായി ഒരു കുറുക്കനെയാണ് അന്ന കണ്ടത്. കുറുക്കനോട് അന്ന പറഞ്ഞു, ആടുകളെ വിളിക്കുന്നത് കാണിക്ക്. കുറുക്കൻ വളരെ പതുക്കെ കൂ കൂ എന്ന് ശബ്ദമുണ്ടാക്കി. കൊള്ളാം, ഇത് മതി. ആട്ടിടയനെ കിട്ടി. അന്ന കുറുക്കനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അന്ന കുറുക്കനോട് പറഞ്ഞു, ആടുകളെ പുഴക്കരയിൽ മേയാൻ വിട്. കുറുക്കൻ ആടുകളുമായി പുഴക്കരയിലേക്ക് പോയപ്പോൾ അന്ന തൈര് കടഞ്ഞ് വെണ്ണയെടുക്കാനിരുന്നു. പുഴക്കരയിലെത്തിയ കുറുക്കൻ എന്തു ചെയ്തെന്നോ? ആടുകളെ മുഴുവൻ അകത്താക്കി. എന്നിട്ട് നേരെ വീട്ടിലെത്തി അന്നയുടെ കോഴികളെയും ചാപ്പിട്ടു. വയറു നിറഞ്ഞപ്പോൾ കോഴിക്കൂടിനടുത്ത് കിടന്ന് കുറുക്കൻ സുഖമായി ഉറങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങിയിട്ടും ആടുകളെയും ആട്ടിടയെയും കാണാതായപ്പോൾ അന്ന പുറത്തേക്കിറങ്ങി. അപ്പോഴതാ കോഴിക്കൂട് തുറന്നു കിടക്കുന്നു. കോഴിക്കൂടിനടുത്ത് കുറുക്കൻ ഇരിപ്പുണ്ട്. അന്ന വരുന്നത് കുറുക്കൻ കണ്ടു. ചാടി എഴുന്നേറ്റു. തൻ്റെ ആടുകളും കോഴികളും എവിടെ? അന്ന ചോദിച്ചു. ഞാൻ അവരെ ഉച്ചയ്ക്ക് അകത്താക്കി, ഹി 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 ഹി. ഇത് പറഞ്ഞ് കുറുക്കൻ ഒറ്റയോട്ടം. ദേഷ്യം വന്ന അന്ന കയ്യിലിരുന്ന വെണ്ണപ്പാത്രം കുറുക്കന് നേരെ എറിഞ്ഞു. കുറുക്കൻ്റെ വാലിൻ്റെ അറ്റത്താണ് വെണ്ണ വന്ന് വീണത്. ഓട്ടത്തിനിടയിൽ കുറുക്കൻ ശ്രദ്ധിച്ചില്ല. വൈകാതെ വെണ്ണ വാലിലിരുന്ന് ഉണങ്ങി. അതാണത്രേ കുറുക്കൻ്റെ വാലിൻ്റെ അറ്റത്ത് ഇന്ന് കാണുന്ന വെള്ളപ്പാട്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.